നിങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ ഒരു യൂണിഫോം ഇട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ. നീ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മക്കളെ ഇതിപ്പോ എന്താണെന്നറിയോ, ഞാനിപ്പോ ഇതിലൊക്കെ ഇമ്മ്യൂണാണ്. ഇമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊന്നും എന്നെ ബാധിക്കില്ല. ഇപ്പൊ മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. വയനാട് യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞു. അത് ആർക്കെങ്കിലും അറിയോ ഞാൻ ഇട്ടത് യൂണിഫോമാണോ അതോ അത് വർക്കിംഗ് യൂണിറ്റ് ഡ്രസ് ആണെന്നുള്ളത്? എനിക്കറിയില്ല. പിന്നെ ആര് യൂണിറ്റ് പോയി കഴിഞ്ഞാലും ആ സിഒ ഒരു ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ അത് ഇടാം. പ്രൈം മിനിസ്റ്റർ നിങ്ങൾ ദീപാവലിക്ക് ലേ ലഡാക്കിൽ പോകുന്ന കണ്ടിട്ടുണ്ട് ഇല്ലേ? ആ സമയത്ത് എന്തിനാ അദ്ദേഹം യൂണിഫോം ഇടുന്നത്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അതാ യൂണിറ്റുകാർ കൊടുക്കുന്നതാണ്. അതൊരു സ്പിരിറ്റാണത്. അതിനെ വിവരമില്ലാത്ത വല്ലവനും കംപ്ലൈന്റ്. എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലാരും വിളിച്ചു. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഇതുവരെ എനിക്ക് വല്ലതും സംഭവിച്ചോ? അന്ന് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ അയാളെ തൂക്കി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സെൽഫി എടുത്തുന്നത്. ഞാനൊരു ഇങ്ങനെ നോക്കുന്ന ഒരാളൊരു ഫോട്ടോ എടുത്തിട്ട് സെൽഫി. സെൽഫി. അപ്പൊ എന്നെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനതാ നേരത്തെ നാളെ പറഞ്ഞത്. ബുള്ളറ്റിന്റെ ഫേസിലുള്ള ആള് പിന്നെ ഈ ഒരു അറ്റാക്ക്, സൈബർ അറ്റാക്ക് ഞാൻ എന്തിനാണ് മക്കളെ? നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. ഇതിനാണ് ഞാൻ പ്രതികരിക്കാത്തത്. പക്ഷെ നീ പിന്നെ ഞാൻ അറിയാവുന്നതുകൊണ്ട് മറുപടി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പത്തെ പുതിയതുണ്ട്. എന്നെ ഇപ്പൊ അറസ്റ്റ് 3 ദിവസം മുന്നേ എന്നെ അറസ്റ്റൊക്കെ ചെയ്തിരിക്കുന്നില്ല. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പോലീസിന്റെ പിറകിലാണ്, ജാമ്യമില്ലാ വാറണ്ട്. ഇത് എന്താണെന്നുള്ളതൊന്നും അറിയാതെ ഓരോരുത്തരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അങ്ങനെ പറയട്ടെ. പിന്നെ ഇതിന് മറുപടി കൊടുക്കാൻ നമ്മുടെ മൈൻഡിനകത്ത് നെഗറ്റിവിറ്റി കയറും. അതിന് നല്ല എന്താ പറയുക ഉണ്ടായിരിക്കുക. ഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. പിന്നെ വേറൊരു കേസ് അതും പറയുമ്പോ ഒന്നും പറയുന്നില്ല. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നിങ്ങളൊക്കെ ഈ എനിക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.